ടിബറ്റിൽ 1 മണിക്കൂറിനുള്ളിൽ തുടർച്ചയായുണ്ടായ 6 ഭൂചലനങ്ങളിൽ 50 പേർ കൊല്ലപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയതുൾപ്പെടെ 6 ഭൂചലനങ്ങളാണ് തുടർച്ചയായി ഉണ്ടായത്. ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ പല പ്രദേശങ്ങളിലും പ്രകമ്പനങ്ങളുണ്ടായി. ഡൽഹി, NCR, ബീഹാർ, ഉത്തരേന്ത്യയുടെ മറ്റു ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. നേപ്പാളിലെ നോബുഷയിൽ നിന്ന് 93 കിലോമീറ്റർ വടക്ക് കിഴക്കാണ് ഭൂചലനമുണ്ടായത്. ഭൂചലനത്തിൽ കാണ്ഡമണ്ഡുവിലടക്കം പ്രകമ്പനമുണ്ടായി. ഇതിന് പിന്നാലെ ഉത്തരേന്ത്യയിലെ ചിലയിടങ്ങളിലും പ്രകമ്പനം അനുഭവപ്പെട്ടു. ഡൽഹിയിലും ബീഹാറിലും ചിലയിടങ്ങളിൽ പ്രകമ്പനമുണ്ടായതായാണ് റിപ്പോർട്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ പ്രകാരം നേപ്പാൾ ടിബറ്റ് അതിർത്തിക്കടുത്തുള്ള ലോബുഷയിൽ നിന്ന് 93 കിലോമീറ്റർ വടക്കു കിഴക്കായി രാവിലെ 6:35 ഭൂചലനം ഉണ്ടായത്. ഭൂകമ്പത്തിന്റെ ആഘാതം വിലയിരുത്താൻ നേപ്പാളിലെയും ഇന്ത്യയിലെയും എമർജൻസി റെസ്പോൺസ് ടീമുകൾ അതീവ ജാഗ്രതയിലാണ്. ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:47 അഫ്ഗാനിസ്ഥാനിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പിന്നാലെയാണ് നേപ്പാളിലും ഭൂചലനം ഉണ്ടായത്. ഭൂചലനം നിരവധി പേരെ ബാധിച്ചതായി ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ CCTV റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിൽ നിന്ന് 380 കിലോമീറ്റർ അകലെയാണ് ഭൂചലനം ഉണ്ടായത്. കുത്തനെയുള്ള പർവ്വത പ്രദേശങ്ങളും ഉയർന്ന ഉയരങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ വെല്ലുവിളി നിറഞ്ഞതാണെന്ന് രക്ഷാപ്രവർത്തനമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. നേപ്പാൾ ഇതിനു മുൻപും ശക്തമായ ഭൂചലനം ഉണ്ടായിട്ടുള്ള രാജ്യമാണ്. 2005 ഭൂചലനത്തിൽ 10,000-ലധികം പേർക്ക് ജീവൻ നഷ്ടമായി.